പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം, അതായത് ഇന്ന് വ്യാഴാഴ്ചയാണ്, ഏപ്രിൽ മാസം 23 സന്തോഷത്തോടു കൂടി ആയിരിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയാം. കാരണം ഈ ദിവസവും നമുക്ക് ദാനമാണ്, അല്ലേ? അപ്പം ഇന്ന് പഠിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. എൻ്റെ 9-ൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി പറഞ്ഞാലേ ആ വചനം പൂർത്തിയാകുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പഠിക്കുന്ന വചനത്തിൻ്റെ പ്രത്യേകത, ദൈവമായ കർത്താവ് നമുക്കെല്ലാം ദാനമായി നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഭൂമിയിലേക്ക് നമ്മെ സൃഷ്ടിച്ചത്. അവിടുന്ന്, അതായത് 2-ാം അധ്യായം 8-ാമത്തെ വചനം, അവിടുന്ന്, അതായത് കർത്താവ്, കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. ദൈവമായ കർത്താവ് ഒരു വീടുണ്ടാക്കിയവരെ ആക്കിയെന്നല്ല, ഒരു തോട്ടമുണ്ടാക്കി. തോട്ടം വളരെ സുന്ദരമായ വാക്കാണ്. നമ്മളെല്ലാവരും നമുക്കൊരു സന്തോഷം തരുന്നൊരു വാക്കാണ്, അല്ലേ? പൂന്തോട്ടമാണെങ്കിലും പഴങ്ങളുടെ തോട്ടമാണെങ്കിലും അതൊക്കെ ഒരു ഫാം, ഒരു സന്തോഷം തരുന്ന വാക്കാണ്. അവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര കുളിർമയാണ്. മീൻ വളർത്തുന്ന സ്ഥലത്താണെങ്കിലും, കോഴികളെ വളർത്തുന്ന സ്ഥലത്താണെങ്കിലും, ആടുമാടുകളെ വളർത്തുന്ന സ്ഥലമാണെങ്കിൽ പോലും കുറേ നേരമൊക്കെ അവിടെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്, ഒരു കുളിർമ കിട്ടും. അപ്പം ഒരു മനുഷ്യൻ തോട്ടത്തിൽ തോട്ടത്തിൽ വസിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അവിടെ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ഒരു തോട്ടമുണ്ടാക്കി അവിടെ, അതായത് മനുഷ്യന് ജീവിക്കാൻ എല്ലാ കാര്യങ്ങളിലും കർത്താവ് ഒരുക്കിയിട്ടാണ് അവനെ സൃഷ്ടിച്ചത്, എല്ലാ കാര്യങ്ങളും. ഇനി അതിനോട് ചേർന്ന് 9-ാമത്തെ വചനത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. കണ്ടോ? The book of Genesis chapter 2 verse 8 and 9. And the Lord God planted a garden in Eden in the east, and there he put the man whom he had formed. Then out of the ground the Lord God made to grow every tree that is pleasant to the sight and good for food. നോക്കിയേ, ദൈവം നമുക്ക് കഴിക്കാനും എല്ലാ കാര്യങ്ങളും, നല്ല സുന്ദരമായ പഴങ്ങൾ, കാഴ്ചയ്ക്ക് കൗതുകവും, അതായത് കുളിർമയാണ്. തോട്ടത്തിൽ നിൽക്കുമ്പോൾ മനസ്സിന് സന്തോഷമൊക്കെ തരുന്നൊരു ഒരു അവസ്ഥയാണ്. അപ്പം മനുഷ്യൻ ദൈവത്തിൻ്റെ ദാനമായ ഈ ഭൂമിയിലാണ് നിൽക്കുന്നത്. ഞാനും നിങ്ങളും, എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്നത് ദൈവം ഒരുക്കിയ വലിയൊരു സന്തോഷത്തിൻ്റെ നടുവിലായിരിക്കണം. അത് ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം ലഭിക്കുക. മറക്കരുത്, താൻ രൂപം കൊടുത്ത മനുഷ്യനെ ദൈവമാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ തോട്ടത്തിലാണ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ തോട്ടത്തിലാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.